നമസ്കാരം. കോവിൽക്കടവ് ഇടക്കടവ് റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ. അഡ്വക്കേറ്റ് എ രാജ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പൊങ്ങമ്പള്ളി മുതൽ ഇടക്കടവ് വരെ റോഡിന് ടാറിംഗ് ജോലികൾ ആരംഭിച്ചു. കാൽനടക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാതിരുന്ന റോഡ് 1.5 ദശാബ്ദത്തിന് ശേഷമാണ് ഇപ്പോൾ ടാർ ചെയ്യുന്നത്. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും രാഷ്ട്രീയ നേതാക്കളും സമരക്കാരുമായി അനുരഞ്ജന ചർച്ച നടത്തുകയും റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ജനകീയ സമരത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളായ ജിഷ കുര്യാക്കോസിനും ചിലത് പറയാനുണ്ട്. നമസ്കാരം, ഞാൻ ജിഷ കുര്യാക്കോസ്. കാന്തല്ലൂർ പഞ്ചായത്തിൽ ഇടക്കടവിൽ താമസിക്കുന്ന എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സെപ്റ്റംബറിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ ഇടക്കടവ് പാമ്പമ്പാറ കോവിൽക്കടവ് റോഡിനായി ഞങ്ങൾ 150 ആളുകളോളം വളരെ ശക്തമായ ഒരു സമരം ചെയ്യുകയുണ്ടായി. ഈ റോഡ് 17 വർഷമായിട്ട് വളരെ മോശമായ രീതിയിൽ തന്നെ കിടന്നിരുന്ന ഒരു റോഡാണ്. സാധാരണക്കാർക്ക് ഒരു സഞ്ചാരയോഗ്യമായ ഒരു റോഡേ അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 150ഓളം ആളുകൾ സമരം ചെയ്യുകയും ഇതിൻ്റെ ഇടയിൽ ഈ സമരം ചെയ്യുന്ന ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ, ശക്തമായ കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് കുറച്ച് സ്ത്രീകൾ നിന്നിട്ട് ഞങ്ങളെ വളരെ മോശമായി വിമർശിക്കുകയുണ്ടായി. 2-3 പെണ്ണുങ്ങൾ ഇറങ്ങിയാൽ എന്ത് സാധിക്കാനാണ് എന്ന് സംസാരിച്ചവരോടാണ് മറുപടി പറയാനുള്ളത്. 1-2 ആളുകളാവട്ടെ, ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളായിക്കോട്ടെ, ജനം കൂട്ടായ്മയായിട്ട് നിന്നാൽ എന്ത് സാധിക്കുമെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ റോഡിന്റെ സമരം. ആ റോഡ് സമരം ചെയ്തതിന് ശേഷം ജിതേഷ് എന്ന കോൺട്രാക്ടർ അത് ടെൻഡർ എടുക്കുകയും അതിന്റെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളുമെല്ലാം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ആ റോഡ് പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടാറിംഗ് തുടർന്നു. നമ്മൾക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ഈ വിമർശനക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ വിമർശിക്കുമ്പോൾ ഒന്നും കൂടി ആലോചിക്കണം. നിങ്ങളും ഈ റോഡിൽ തന്നെ സഞ്ചരിക്കുന്നവരാണ്. അന്ന് ആ സമരത്തിനിറങ്ങിയ ആളുകൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ. ഞങ്ങൾ രാഷ്ട്രീയം ഒന്നും നോക്കാതെ, രാഷ്ട്രീയത്തിലോട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടില്ല. ഞങ്ങൾ അതിൽ നിന്ന് സമരം ചെയ്യുകയും ആ സമരത്തോടനുബന്ധിച്ച് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എനിക്കെതിരെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു ചെറിയ RP ജോലി പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. ആ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു ഈ സമരം മൂലം. പലരും എന്നെ ഫോൺ വിളിച്ച് ഈ സമരത്തിന് ഇറങ്ങിയാൽ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അങ്ങനെ വിളിച്ച് സംസാരിക്കുകയും എല്ലാ പ്രശ്നങ്ങളും, അങ്ങനെ എന്റെ ജോലി നഷ്ടപ്പെട്ടു. എനിക്കത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാൽ കൂടി ഈ റോഡ് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഹോസ്പിറ്റൽ കേസ്, കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവം മൂലം അതിലെ കടന്നു പോകാനും, എരച്ചിൽപ്പാറ വാട്ടർഫാൾസ് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ഒന്നാണ്. അവിടെയോട്ട് നമ്മൾ സാധാരണ ഒരു സ്കൂട്ടി പോലും കടന്നു പോകാൻ പറ്റത്തില്ല. ആ മാതിരി അവിടെ ബ്ലോക്ക് ആവും. അപ്പൊ അങ്ങനെ പല ഇതിലും ഒരു പാളപ്പെട്ടിയിലെ ഒരു വന്യജീവി ആക്രമണത്തിൽ ഒരു കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഫോറസ്റ്റ് വണ്ടി വന്ന് നിൽക്കുമ്പോൾ ഈ പേഷ്യന്റിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരാൻ 1 മണിക്കൂറോളം സമയം പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലും ഈ 10-17 വർഷം ആരും ശ്രദ്ധിക്കപ്പെടാതെയും ഇവിടുത്തെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനെതിരെ പല പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു പേടി കൊണ്ടൊക്കെ ആളുകൾ മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. വിമർശിക്കുന്നവരോട് മാത്രമാണ് ഞാൻ പറയുന്നത്, ജനങ്ങൾ ഒത്തൊരുമിച്ച് കൂട്ടായ്മയായി നിന്നാൽ എന്ത് കാര്യം വിജയിക്കും. അത് നല്ലതാവട്ടെ. അതിന്റെ പിന്നിൽ നിന്ന് ഈ പുഴുക്കുത്തികളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ വിമർശിച്ച ആ റോഡിൽ നിങ്ങൾ സഞ്ചരിക്കുന്നവർ തന്നെയാണ്. അല്പമെങ്കിലും ഉളുപ്പോ നാണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളുടെ നാവിൽ നിന്ന് വീഴുന്ന പല കാര്യങ്ങളും വളരെ മാന്യമായിട്ട് സംസാരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഞങ്ങളുടെ റോഡ് സമരം വളരെ സന്തോഷമായിട്ട് തന്നെ അത് വിജയിച്ചു. അത് ടാറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ സഹകരിച്ച എല്ലാ ജനപ്രതിനിധികളുണ്ട്. കാന്തല്ലൂർ പഞ്ചായത്ത് എല്ലാവരോടും വളരെ നന്ദി അറിയിക്കുന്നു. കോൺട്രാക്ടറോടും ഇതുപോലെ തന്നെ വളരെ നന്ദിയുണ്ട്. ഇത് ഏറ്റെടുക്കാൻ ആരുമില്ലായിരുന്നു. അപ്പോൾ താങ്കൾ ഇത് ഏറ്റെടുക്കുകയും അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം നടത്തി അതിനെ വളരെ മാന്യമായിട്ട് തന്നെ ഇവിടം വരെ എത്തിച്ച താങ്കളോടും വളരെ നന്ദി പറയും. ടാറിംഗ് ആരംഭിച്ച സാഹചര്യത്തിൽ ഈ റോഡ് വഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും വരെ കാന്തല്ലൂർ മറയൂർ റോഡിലേക്ക് എത്താൻ ചുരക്കുളം പയസ് നഗർ വഴിയുള്ള റോഡ് പ്രയോജനപ്പെടുത്തണമെന്ന് കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S. ശിവൻരാജ് ആവശ്യപ്പെട്ടു.
ന്യൂസ് ഡെസ്ക് മറിയൂർ വിഷൻ.